ബിയുടെ അർത്ഥം ആകുന്നു എന്നാണ്. ആകുന്നു, ആകുന്നു. കഴിഞ്ഞു പോയാൽ ആയിരുന്നു എന്ന് വരും. വരാൻ പോകുന്ന എന്തായിരിക്കും? ചിരിക്കുന്നു, ചിരിച്ചു, ചിരിക്കും. അങ്ങനെയാണെങ്കിൽ ആകുന്നു, ആയിരുന്നു എന്താവും? ആകും, ആകും. വരാൻ പോവുകയാണ്. ആകുന്നു, ആയിരുന്നു, ആകും. ഇതാണ് പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. നമ്മളത് എഴുതുന്നില്ല. തൽക്കാലം ആകുന്നു, ആയിരുന്നു, ആകും. ഞാൻ എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ആകുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ആം, ആയിരുന്നു എന്ന് കാണിക്കാൻ വാസ്, ആകുമെന്ന് കാണിക്കാൻ വിൽ ബി. ഐ ആം എ സ്റ്റുഡൻറ്റ്. ഞാനൊരു സ്റ്റുഡൻ്റ് ആകും. നിങ്ങൾ ഉറക്കം ഒന്ന് വായിച്ച് അവിടെ ഇരുന്നുകൊണ്ട് ഐ ആം എ സ്റ്റുഡൻറ്റ്, ഞാനൊരു സ്റ്റുഡൻറ്റ് ആണ്. ആകുന്നു, ആണ് എല്ലാം ഒന്നാണ്. ലോക്കലിൽ നമ്മൾ ആണെന്ന് പറയും. സ്റ്റുഡൻ്റ് ആണെന്ന് പറയും. ആകുന്നു അല്ലെങ്കിൽ ആണ്. ഇപ്പോൾ ഞാൻ സ്കൂൾ ജീവിതമെല്ലാം കഴിഞ്ഞു, ഇപ്പോൾ സ്റ്റുഡൻ്റ് അല്ല എന്ന് പറയുകയാണെങ്കിൽ വാസ് വരും. ഐ വാസ് എ സ്റ്റുഡൻറ്റ്. ഞാൻ നേരത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു, കഴിഞ്ഞു പോയി. ഐ വാസ് എ സ്റ്റുഡൻറ്റ്. ഐ വാസ് എ സ്റ്റുഡൻറ്റ്. ഇപ്പം അല്ല, ഞാനൊരു സ്റ്റുഡൻറ്റ് ആയിരുന്നു. ഐ വിൽ ബി എ സ്റ്റുഡൻറ്റ്. വെരി ഗുഡ്. ഐ വിൽ ബി എ സ്റ്റുഡൻറ്റ്. ഞാനൊരു സ്റ്റുഡൻറ്റ് ആകും. ഇതാണ് നമ്മുടെ ഐയുടെ കാര്യങ്ങൾ. ഇതേപോലെ തന്നെ ഹീ വരും. ഹീ, ഷീ, ഇറ്റ്. അവൻ, അവൾ, അത്. നെയിം, ഒരു പേര്. നമ്മൾ ലെവൽ 1 പഠിച്ചു. ഹീയുടെ അർത്ഥം എന്താണ്? അവൻ. ഷീയുടെ എന്താണ്? അവൾ. അത്, ഇത്. ഇതെല്ലാം മൃഗങ്ങളും ജീവനില്ലാത്ത വസ്തുക്കളാണ് വരുന്നത് ഇറ്റിൽ. അപ്പോൾ ഇറ്റിൻ്റെ കൂടെ വരുന്നതാണ് ഈസ്. ഹീ, ഷീ, ഇറ്റിൻ്റെ കൂടെ വരുന്നതാണ് ഈസ്. പിന്നെ ബാക്കി രണ്ട് സെയിം ആണ്. താഴെ വരുന്ന യു, വി, ദേ വരുന്ന ആറ് വേറെ, ബാക്കി സെയിം ആണ്. ഇതാണ് ഇംഗ്ലീഷിൻ്റെ അകത്തുള്ള നിങ്ങൾ പഠിക്കേണ്ട ഒരു ടേബിൾ.